സാർ ഒരു ആയുർവേദ ഡോക്ടർ അതുപോലെ തന്നെ ഒരു യോഗ തെറാപ്പിസ്റ്റ് എന്നുള്ള രീതിയിൽ സാറിൻ്റെ ഈ കാലഘട്ടത്തിലുള്ള ഒരു 12 വർഷത്തിൽ കൂടുതലായി സാറിന് ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതിനൊന്ന് വിശദീകരിക്കാമോ സാറിന് ഇതിന്? ഞാൻ ആയുർവേദ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ സിസ്റ്റമാറ്റിക്കലി ഈ പെയിൻ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ പഠിച്ച് വന്ന സമയത്ത് എങ്ങനെ പേഷ്യൻസിന് ചുരുങ്ങിയ സമയം കൊണ്ട് വേദന കുറയ്ക്കാം എന്നുള്ളതായിരുന്നു ഒരു താല്പര്യം. അങ്ങനെയാണ് ഞാൻ ആദ്യം ചെയ്തൊരു കോഴ്സാണ് FSR എന്ന് പറയും, ഫെലോഷിപ്പ് ഇൻ സ്പോർട്സ് റീഹാബിലിറ്റേഷൻ. അപ്പോൾ സ്പോർട്സ് ഇഞ്ചുറീസ് അതിൻ്റെ കാര്യങ്ങൾ, അപ്പോൾ അതിലാണ് കുറേ എക്സസൈസ് നമുക്ക് എങ്ങനെ തെറാപ്യൂട്ടിക്കലി യൂസ് ചെയ്യാം അതൊക്കെ പഠിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ PG ഡിപ്ലോമ ഇൻ യോഗ തെറാപ്പി സ്പെസിഫിക്കലി ഒരു 1 ഇയർ കോഴ്സായിട്ട് പഠിച്ചത്. അപ്പോഴാണ് കുറേയും കൂടി യോഗയുടെ തെറാപ്യൂട്ടിക് ആപ്ലിക്കേഷനിലോട്ട് എത്തിയത്. പിന്നെയും ബാക്കി ഒരു ക്ലിനിക്കൽ ന്യൂട്രീഷൻ കോഴ്സ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ന്യൂട്രീഷണൽ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഡയറ്റും ന്യൂട്രീഷനും യൂസ് ചെയ്തിട്ട് വീണ്ടും പെയിൻ മാനേജ്മെൻറ്റിൽ നമുക്കത് എങ്ങനെ ഓഗ്മെൻറ്റ് ചെയ്യാം എന്ന് നോക്കിയത്. പിന്നെ പഠിച്ച കോഴ്സിൽ കുറച്ച് സൈക്കോളജി ഉണ്ട്. അപ്പോൾ അതും ഒരു കൗൺസിലിംഗ് സൈക്കോളജി ഇൻ PG ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി. അപ്പോൾ ആ കോഴ്സ് കൂടി പഠിച്ചപ്പോഴാണ് നമ്മൾ ഈ യോഗയിൽ പ്രാക്ടീസ് ചെയ്യുന്ന യോഗനിദ്ര, അതായത് മനസ്സിൻ്റെ തലങ്ങൾ കൂടി യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ പെയിൻ മാനേജ്മെൻറ്റ് ചെയ്യാമെന്ന് കുറച്ചും കൂടി ആഴത്തിൽ അറിഞ്ഞത്. ഇപ്പോൾ ഒരുപാട് പേഷ്യൻസ് ഇത്രയും കൊല്ലത്തിനുള്ളിൽ വന്ന് പോയതിൽ എനിക്ക് തെറാപ്യൂട്ടിക് യോഗ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ കുറേ അവസരങ്ങൾ കിട്ടിയതിൽ ഒരു പേഷ്യൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആ പേഷ്യൻറ്റിന് ഒരു ബാക്ക് പെയിൻ ഉണ്ട്. എസ്പെഷ്യലി ചില പോസസ് ചെയ്യുമ്പോഴാണ് പെയിൻ അഗ്രിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു വേറെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഇവൻ യോഗ പ്രാക്ടീസിനെ പറ്റി പറഞ്ഞപ്പോൾ പോലും അവർ പറഞ്ഞത് അവർ യോഗ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ചെയ്യുമ്പോഴത്തേക്കും പെയിൻ കൂടുകയാണ് ചെയ്യുക. പക്ഷേ ആ പെയിൻ വെച്ചുകൊണ്ട് തന്നെ കൂടുതൽ ചെയ്താൽ മാത്രമേ ആ പെയിൻ ബെറ്റർ ആവുള്ളൂ എന്ന് എവിടെ നിന്ന് ഒരു റോങ് ഇൻഫർമേഷൻ കൂടി കിട്ടിയതുകൊണ്ട് പുള്ളിക്കാരത്തെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പുഷ് ചെയ്ത് ചെയ്യുമായിരുന്നു. പക്ഷേ ബാക്കി മെഡിസിൻസും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ പോകുന്നതുകൊണ്ട് അവസാനം പതുക്കെ റിക്കവറി വന്നു. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാമിനേഷൻ കൃത്യമായിട്ട് ചെയ്തു, അസസ്മെൻറ്റ് കൃത്യമായിട്ട് ചെയ്തപ്പോൾ മനസ്സിലായത് അവർക്ക് ഇലിയോസോയാസ് എന്ന് പറഞ്ഞൊരു മസിൽസിൽ ട്രിഗർ പോയിൻ്റാണ് വൺ സൈഡ്. അപ്പോൾ അങ്ങനെ ട്രിഗർ പോയിൻ്റ് വന്നു കഴിഞ്ഞാൽ ഫോർവേഡ് ബെൻസ് ഒന്നും കൊടുക്കരുത്. ഫോർവേഡ് ബെൻസ് കൊടുത്തു കഴിഞ്ഞാൽ പെയിൻ അഗ്രിവേറ്റ് ആവും. കൊടുക്കേണ്ടത് ബാക്ക്വേർഡ് ബെൻസ് ആണ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് അസസ്മെൻറ്റ് നടന്നിരുന്നെങ്കിൽ നമുക്ക് ആ പ്രോട്ടോക്കോൾ സെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് ആസനങ്ങൾ കൊടുത്ത് വേസ്റ്റ് ആക്കണ്ട. അതുമാത്രമല്ല ഫോർവേഡ് ബെൻസ് കൊടുക്കരുത്, അത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരുന്നത് ആയതുകൊണ്ട് ഫോർവേഡ് ബെൻസ് ഒഴിവാക്കിയാൽ തന്നെയും അവർക്ക് ആ പെയിന് നല്ല ആശ്വാസം കിട്ടുമായിരുന്നു. അവർ യൂസ് ചെയ്ത മെഡിസിൻസും ബാക്കിയെല്ലാം അവർ ശരിക്കും പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്താനെ. അപ്പോൾ ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ പ്രോപ്പർ അസസ്മെൻറ്റ്, പ്രോപ്പർ പ്രോട്ടോക്കോൾ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇലിയോസോയാസിനെ ട്രിഗർ പോയിന്റ് കണ്ടെത്തി കഴിഞ്ഞിരുന്നെങ്കിൽ ജസ്റ്റ് ബാക്ക്വേർഡ് ബെൻസ് ഡെയിലി പതുക്കെ ചെയ്ത് വന്നിരുന്നെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നമ്മൾ ബ്രീതിങ് എക്സസൈസ് ആയിട്ടുള്ള പ്രാണായാമം കൂടി വന്നാൽ മെഡിസിൻസും കൂടി ആകുമ്പോഴത്തേക്ക് മിനിമം ടൈമിൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ക്യൂർ ആവും.